ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകരെ സോഷ്യൽ മീഡിയയിലൊക്കെ കളിയാക്കി വിളിക്കുന്നൊരു പേരുണ്ട്, മാപ്ര. എന്താ അല്ലേ, വലിയ വലിയ മഹാന്മാരായ മാധ്യമപ്രവർത്തകരെയൊക്കെ കണ്ട് ആരാധന തോന്നിയാണ് വ്യക്തിപരമായി പറഞ്ഞ ഈ ഞാൻ മാധ്യമരംഗത്തേക്ക് വരുന്നത്. അവർ ചോദ്യശരങ്ങളെയ്ത് രാഷ്ട്രീയക്കാരെയും സാമൂഹിക പ്രവർത്തകരെയും വെള്ളം കുടിപ്പിക്കുന്നതാണ് കുട്ടിക്കാലത്തൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. സ്കൂൾ പഠിക്കുമ്പോൾ എൻ്റെ നാട്ടിലൊരു ഉപതെരഞ്ഞെടുപ്പ് വന്നിട്ടുണ്ട്. അന്നൊക്കെ അവിടെ വന്ന മാധ്യമപ്രവർത്തകരെ എൻ്റെ നാട്ടുകാർ സ്വീകരിച്ച വിധമൊക്കെ ഞാൻ നോക്കി നിന്നിട്ടുള്ളതാണ്. അങ്ങനെയാണ് ഡിഗ്രിക്ക് ഞാൻ ജേർണലിസം തിരഞ്ഞെടുക്കുന്നത്. ഞാൻ കണ്ടു വളർന്ന മാധ്യമപ്രവർത്തകർക്ക് സമാനമായി സത്യത്തിന് വേണ്ടി ശബ്ദമുയർത്തുക, ചോദ്യം ചോദിക്കുക, അതുതന്നെയായിരുന്നു എൻ്റെ ലക്ഷ്യം. എന്നാൽ PG ഒക്കെ കഴിഞ്ഞ് ജോലിക്ക് കയറിയപ്പോഴേക്കും ഞാൻ കണ്ട് ആരാധിച്ചിരുന്ന ആ പഴയ മാധ്യമപ്രവർത്തനത്തിൻ്റെ രീതിയും രൂപമൊക്കെ ആകെ മാറി. വാർത്തകൾക്ക് പകരം മസാലയ്ക്കായി പ്രാധാന്യം. കോവിഡ് കാലത്താണ് വിപ്ലവകരമായ ഈ മാറ്റം മാധ്യമരംഗത്ത് വരുന്നത്. അന്ന് വീടിനുള്ളിൽ അടഞ്ഞുകൂടിയിരുന്ന മുതിർന്നവരും കുട്ടികളടക്കമുള്ളവർ സാമൂഹിക മാധ്യമങ്ങളെ കൂടുതലായി ആശ്രയിച്ചു. പലരും വാർത്തകൾ TV-യിൽ കാണുന്നതിന് പകരം ഫോണിൽ കാണാൻ തുടങ്ങി. ഇത് തിരിച്ചറിഞ്ഞ മാധ്യമങ്ങളും പതിയെ ഡിജിറ്റൽ രംഗത്തിന് കൂടുതൽ പ്രാധാന്യം നൽകാനൊക്കെ തുടങ്ങി. കോവിഡ് കാലത്തിന് ശേഷം നിരവധി പുതിയ ഓൺലൈൻ മാധ്യമങ്ങൾ രംഗപ്രവേശനം ചെയ്തു. അവർക്കെല്ലാം വലിയ സ്വീകാര്യതയും ലഭിക്കാൻ തുടങ്ങി. എന്നാൽ TV പോലെയല്ല ഈ ഓൺലൈൻ മാധ്യമങ്ങൾ. കൂടുതൽ പേർ ഒരു വാർത്ത കാണണമെങ്കിൽ ആ വാർത്തയ്ക്ക് നൽകുന്ന തലക്കെട്ട് ആകർഷകമാകണം. നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെയായി കോടിക്കണക്കിന് കണ്ടന്റുകളാണ് ദിവസവും വരുന്നത്. അതിൽ നിന്ന് പ്രേക്ഷകരുടെ വിരൽത്തുമ്പ് നിങ്ങളുടെ കണ്ടന്റിലേക്ക് എത്തണമെങ്കിൽ വാർത്ത നന്നായിരുന്നാൽ മാത്രം പോരാ, അതിൻ്റെ തലക്കെട്ട് പ്രേക്ഷകർക്കൊരു ആകാംക്ഷ ജനിപ്പിക്കണം. അങ്ങനെ അത് കണ്ടേ പറ്റൂ എന്ന തോന്നൽ അവരിൽ ഉണ്ടാകണം. എന്നാൽ മാത്രമേ അവർ 100 വീഡിയോകളിൽ നിന്ന് നിങ്ങളുടെ വീഡിയോ തിരഞ്ഞെടുക്കുകയുള്ളൂ. അല്ലാതെ നിങ്ങൾ എത്ര റിസർച്ച് നടത്തി അവതരിപ്പിച്ചിട്ടോ എത്ര പ്രസംഗിച്ചിട്ടോ കാര്യമില്ല. വാർത്തയുടെ തമ്പും ഡിസ്ക്രിപ്ഷനും അതിലാണ് കാര്യം. ഇതോടെ മാധ്യമങ്ങൾ വാർത്തകൾക്ക് പകരം തലക്കെട്ടുകൾക്ക് വേണ്ടി പരക്കം പായാൻ തുടങ്ങി. ഒരു വാർത്ത ജനങ്ങളിലേക്ക് എത്തണം, അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എന്നതിനപ്പുറം തലക്കെട്ട് വൈറലാക്കി തങ്ങളുടെ ചാനലിന് പരമാവധി റീച്ച് ഉണ്ടാക്കണമെന്നതായി മാധ്യമപ്രവർത്തകരുടെ ലക്ഷ്യം. ഓൺലൈൻ മാധ്യമങ്ങളുടെ ഈ സ്വീകാര്യത കണ്ട സാറ്റലൈറ്റ് ചാനലുകളും പതിയെ ഡിജിറ്റൽ കണ്ടന്റുകൾക്ക് പ്രാധാന്യം നൽകാൻ തുടങ്ങി. വാർത്തകൾക്കിടെ യൂട്യൂബ് കമൻറ്റ് വായിക്കുക, അവതരണം കുറച്ചുകൂടി ലൈറ്റ് ആക്കുക എന്നീ രീതികൾ കടന്നു വന്നു. ഇന്ന് ബാർക്ക് റേറ്റിംഗ് പോലെ തന്നെ ചാനലുകൾക്ക് ഡിജിറ്റൽ രംഗത്തെ റീച്ചും പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഇപ്പോൾ നമുക്ക് ചുറ്റും ഒരു ലോഡ് തലക്കെട്ടുകളാണ്. താൻ ചെറുപ്പമല്ലേ, മാധ്യമപ്രവർത്തകയുടെ വാടപ്പിച്ച് മമ്മൂക്ക. എമ്പുരാൻ വിവാദത്തിൽ നിന്ന് ഒളിച്ചോടി പൃഥ്വിരാജ്. വേടൻ കഞ്ചാവ് മാഫിയെ. ED വീട്ടിൽ ദുൽഖറുടൻ അറസ്റ്റിലേക്ക്. സാരിയെടുത്ത് ക്യൂട്ടായ ഐശ്വര്യ ലക്ഷ്മിയുടെ വീഡിയോ. DS റയിൽ പ്രണവിൻ്റെ ചുംബന രംഗം. കൂടെ ഒരു ആശ്ചര്യചിഹ്നം കൂടി. മോഹൻലാൽ ഷൂട്ടിങ്ങിനിടെ ചെയ്തത്, ഒപ്പം ഒരു ചോദ്യചിഹ്നം കൂടി. ഇങ്ങനെയൊക്കെയാണ് ഈ തലക്കെട്ടുകളുടെ ഒരു പോക്ക്. ഈ തലക്കെട്ടുകൾ ഉണ്ടാക്കാനുള്ള പരക്കം പായലിനിടയിൽ ചോദ്യങ്ങളുടെ രീതികളൊക്കെ ആകെ മാറി. പഠിച്ച് റിസർച്ച് ചെയ്തുള്ള ചോദ്യങ്ങൾക്ക് പകരം മസാല ടൈറ്റിലിനുള്ള ചോദ്യങ്ങളായി മെയിൻ. മുൻപൊക്കെ ഒരു സിനിമയുടെ ഭാഗമായുള്ള അഭിമുഖത്തിൽ ചോദിക്കുക ആ സിനിമയുടെ ജോണർ, കഥാപാത്രങ്ങളുടെ പ്രാധാന്യം, അതിൻ്റെ പശ്ചാത്തലം, പ്രസക്തി, ടെക്നിക്കൽ വിവരങ്ങൾ എന്നിവയൊക്കെയായിരുന്നു. എന്നാൽ ഇന്നോ മമ്മൂക്ക ട്രെയിലറിൽ പറഞ്ഞ ആ ഡയലോഗ് ഒന്നുകൂടി ഒന്ന് പറയാമോ? ലാലേട്ടൻ മീശ പിരിക്കുമോ? മുണ്ടുമടക്കി ഒടുക്കുമോ? വാളയാർ പരമശിവം എന്ന സിനിമ എന്ന് വരും? ദുൽഖർ നല്ല ഗ്ലാമറാണല്ലോ, എന്താണ് സൗന്ദര്യ രഹസ്യം? ടൊവിനോ മസിലൊന്ന് കാണിച്ചു തരുമോ? ഹണിമൂൺ പോയ സ്ഥലം ഏതാ? ഇങ്ങനെയൊക്കെയായി ചോദ്യങ്ങളുടെ മട്ട്. ഇതൊക്കെ നടന്മാരോട്. ഇനി നടിമാരോടാണെങ്കിൽ ആ ചുംബന രംഗം ചെയ്തപ്പോൾ എന്താണ് തോന്നിയത്? വീട്ടുകാർ എന്ത് പറഞ്ഞു? സിനിമയിൽ പാട്ടിൽ നല്ല ഗ്ലാമർ പ്രദർശനമാണല്ലോ, നാടൻ വേഷത്തിൽ നിന്ന് എന്തേ ഇങ്ങനെ ചുവട് മാറി? തടി കുറച്ച് കൂടിയല്ലോ, ഭാവിയിൽ ബിക്കിനി ഇട്ടൊക്കെ അഭിനയിക്കുമോ? ഇങ്ങനെയാണ് ചോദ്യങ്ങളൊക്കെ. ഇവയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ താരം എന്ത് പറഞ്ഞാലും തലക്കെട്ടിനുള്ള കണ്ടന്റ് കിട്ടുമെന്നതാണ്. ഉദാഹരണത്തിന് ചുംബന രംഗത്തെക്കുറിച്ചുള്ള ചോദ്യമാണെന്നിരിക്കട്ടെ, കഥാപാത്രത്തിൻ്റെ പൂർണ്ണതയ്ക്ക് ആ രംഗം അനിവാര്യമാണെന്നാകും ചിലപ്പോൾ മറുപടി. അപ്പോൾ ഉണ്ടാകാൻ പോകുന്ന ടൈറ്റിൽ, കഥാപാത്രത്തിൻ്റെ പൂർണ്ണതയ്ക്ക് എന്തും ചെയ്യുമെന്ന് നടി. കഴിഞ്ഞില്ല, ഈ ടൈറ്റിലിൻ്റെ കൂടെ നായികയുടെ ചില അർത്ഥനഗ്ന ചിത്രങ്ങളും ചുംബന രംഗത്തിൻ്റെ സ്ക്രീൻഷോട്ടുകളും തംബ്നെയിലങ്ങ് ആഡ് ചെയ്യും. ഇനി ഉത്തരം പറഞ്ഞില്ല എന്ന് കരുതുക, ചുംബന രംഗത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് പൊട്ടിത്തെറിച്ച് നടി. ഇതാകും ടൈറ്റിൽ.
മറുപടി പറയാനും പറ്റില്ല, പറയാതിരിക്കാനും പറ്റില്ല. അതാണ് അവസ്ഥ. എന്നാൽ ഇതും പേടിച്ച് അഭിമുഖം കൊടുക്കണ്ട എന്ന് വെച്ചാലോ, അത് ബാധിക്കാൻ പോകുന്നത് അവർ അഭിനയിച്ച സിനിമയായിരിക്കും. ഇന്ന് ഗൗരി ജി കിഷന്റെ ചുട്ട മറുപടി പോലും ആ ചോദ്യം ചോദിച്ചയാൾക്ക് വെറും കണ്ടന്റാണ്. അയാൾ അതും വിറ്റ് പണമുണ്ടാക്കും. ഈ വൃത്തികെട്ട രീതികൾ കണ്ട് ജനങ്ങൾക്ക് മടുത്തു തുടങ്ങി. ഈ രോഷമാണ് മാധ്യമപ്രവർത്തകരെ മാപ്ര എന്ന് വിളിച്ച് അധിക്ഷേപിച്ച് അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ പോലെയുള്ള ധീരരായ മാധ്യമപ്രവർത്തകർ ഉണ്ടാക്കിയെടുത്ത വിശ്വാസ്യതയും അഭിമാനവും സത്യസന്ധതയും എല്ലാം ഇന്നത്തെ കാലത്ത് നഷ്ടപ്പെട്ടു. കുറച്ചു പേർ ചെയ്യുന്ന തെറ്റിന് ഞാനടക്കം ആയിരക്കണക്കിന് മാധ്യമപ്രവർത്തകർ ഇന്ന് മാപ്രയായി മാറി. എന്താ ചെയ്യുക? കേട്ടല്ലേ പറ്റൂ. എന്നാൽ നിങ്ങളൊന്ന് ഓർക്കണം, ഒരു പരിധിവരെ ഇത്തരം മസാല കണ്ടന്റുകൾ ആവർത്തിച്ച് കണ്ട് നിങ്ങളും അവർക്ക് പ്രോത്സാഹനം കൊടുക്കുകയല്ലേ? കാണാൻ ആളുള്ളത് കൊണ്ടാണ് അത്തരം നിലവാരം കുറഞ്ഞ വീഡിയോകളും ചോദ്യങ്ങളും ഉണ്ടാകുന്നത്. നിങ്ങൾ എത്രമാത്രം അത് കാണുന്നോ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. സോ പ്ലീസ് ഡോണ്ട് ക്ലിക്ക്. ഒരു വിരൽ കൊണ്ട് നിങ്ങൾക്ക് വലിയ മാറ്റം ഇതിൽ കൊണ്ടുവരാൻ സാധിക്കും. നന്ദി.